2 ദിവസം കൊണ്ട് ഷൂട്ട് അങ്ങ് കഴിയും. അല്ല ഈ ഇത്ര ആയ സ്ഥിതിക്ക് അച്ഛന്റെ വേഷം ചെയ്യാൻ വേണ്ടി ഒരാളെ ഞാൻ തരാം. എനിക്കറിയാം. ആര്? സൂപ്പറായി അഭിനയിക്കും, ഒരു ചളിപ്പുമില്ല, നല്ല ആൾക്കാരെ മുമ്പേ നന്നായിട്ട് പെർഫോം ചെയ്യും. പക്ഷെ ഒരുപാട് അനുഭവങ്ങളുള്ള മനുഷ്യനാണ്, തീച്ചുളയിൽ നിന്ന് വന്നവനാണ്. ഒരുപാട് കഷ്ടതകളൊക്കെ അനുഭവിച്ച്. കാരണം വെച്ചാൽ ഒരു ആക്ടറിന് ഏറ്റവും വേണ്ടത് അനുഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത്. അങ്ങനെയുള്ള ഒരാളെ എനിക്കറിയാം. ഞാൻ തന്നെ. എനിക്ക് മനസ്സിലായി ഇത് അവിടെ ചെന്ന് അവസാനിക്കുള്ളൂ. എടാ ഞാൻ നന്നായിട്ട് അഭിനയിക്കും. ഞാൻ കോളേജിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇല്ലടി, പണ്ട് കോളേജിൽ കട്ടബൊമ്മനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ശിവാജി ഗണേശന്റെ. ആര്? അച്ഛനാ? ശരിക്കും സ്റ്റേജ് തകർത്തുവാരി അഭിനയിച്ചതാ. ചെയ്ത് നിങ്ങൾ കണ്ടിട്ട് തന്നെ എടുക്കോ? എടുക്കാം. അതും ചെയ്ത് നോക്കിയടാ, അത് കിട്ടാൻ വേണ്ടി. கிஸ்தி துறை வரை வட்டி மானம் பொழிகிறது, பூமி விளைகிறது, உனக்கேன் கொடுப்பது கிஸ்தி? எங்களோட வயலுக்கு வந்தாயா, ஏத்தமரித்தாயா, நீர் வீட்டு நிலவேர் நிறைய கண்டாயா, நடுநட்டாயா, களை பறித்தாயா, களை பறித்தும் பெண்களுக்கு கஞ்சிக்கலம் சுமந்தாயா, அங்கு பொங்கி விளையாடும் என் குல பெண்களுக்கு மஞ்சள் எடுத்து பணி குதிர்ந்தாயா? நீ யாரு? மாமனா மச்சானா? மானங்கட்டவனே, எதுக்குடா கிஸ்தி, எதுக்குடா வட்டி? ഗ്യാസ്ടാ, ഗ്യാസ്. അച്ഛാ, സംഗതി കൊള്ളാം, പക്ഷെ അത് മെലോ ഡ്രാമയാണ്. നല്ലൊരു നടന് അങ്ങനെയൊന്നുമില്ല. അവന് ഏത് സമയം ട്യൂണ്ടാവും. അച്ഛൻ തന്നെ ഫിക്സ് ചെയ്യാല്ലേ? ഉറപ്പിച്ചോ? അച്ഛൻ ഫിക്സ്. കൊളാക്കാണ്ടിരുന്നാ മതി. പിടിച്ചാ കേട്ടില്ലടാ. നാടോടിയാണ് കഥാപാത്രം. അച്ഛൻ അന്ധനാണ്. ഇപ്പൊ അച്ഛനെ ഓക്കെ, ഇനി അമ്മേനെ അവിടെ കണ്ടുപിടിക്കും. അമ്മയുടെ കഥാപാത്രം വേണ്ടേ? എടി, അങ്ങനെയാണെങ്കിൽ നാടോടി അമ്മയായിട്ട് നമ്മുടെ അമ്മയെ തന്നെ അങ്ങോട്ട് അഭിനയിപ്പിച്ചാ പോരെ? അല്ല, ഒരു കാര്യം ചെയ്യാം നമുക്ക്. നോക്കേ, നാടോടിയായിട്ട് വേറെ ആരെങ്കിലും നല്ല ആൾക്കാരെ എടുക്കാം. അതെല്ലാം അമ്മേനെ എടുക്കാന്ന് പറഞ്ഞത്. ഞാൻ ഓക്കെ അല്ലേ? അച്ഛനെ ഓക്കെ. നീ ഇപ്പൊ എവിടെ ഇരിക്കണ ലച്ചു?